നമസ്കാരം, ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പേർട്ട്, അപ്ടെക് ലിമിറ്റഡ്. നമ്മുടെ നാട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ്. സുഗന്ധവ്യഞ്ജനത്തിൻ്റെ വ്യാപ്തി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. കുരുമുളക്, ഏലം, അതുപോലെ തന്നെ വാണിജ്യ പ്രാധാന്യമുള്ള ഏറെ വരുമാനം നേടിത്തരുന്ന ഒരു നല്ല വിളയാണ് ജാതി അഥവാ നട്മഗ് എന്ന് പറയുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഏരിയകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ കൃഷിഭൂമിയിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും രോഗകീട പ്രശ്നങ്ങളുടെ ആധിക്യം, കാലാവസ്ഥയിലുള്ള വ്യതിയാനം, ശരിയായ അർത്ഥത്തിൽ സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ലഭ്യമാകാതെ വരുമ്പോഴുള്ള ഉൽപാദന കുറവ്, ഇതെല്ലാം തന്നെ കർഷകനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമുക്കിവിടെ വിളകളുടെ പരിപാലനത്തിൽ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ജാതിക്ക് ആവശ്യമായ രീതിയിലുള്ള പോഷകങ്ങൾ മണ്ണിൽ നിന്ന് എടുക്കുവാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. വളപ്രയോഗം കാര്യക്ഷമമാക്കിയാൽ ഉൽപാദന മികവ് കൈവരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനനുയോജ്യമായ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് വിളയുടെ കരുത്ത് പ്രദാനം ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു നല്ല ജൈവ ഉൽപ്പന്നം അപ്ടെക് വിഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് അപ്ടെക്കിൻ്റെ ജൈവ ജീവാണുവളങ്ങളിൽ വരുന്ന അപ്ടെക് ബയോ ഓർഗാനിക് നട്മഗ് സ്പെഷ്യൽ. ഇതാണ് അപ്ടെക്കിൻ്റെ ബയോ ഓർഗാനിക് നട്മഗ് സ്പെഷ്യൽ അഥവാ ജാതി സ്പെഷ്യൽ. ഇതൊരു ജീവാണുവളമാണ്. ജീവാണുവളത്തിൻ്റെ ഒരു പാക്കറ്റ്. ഇതിനകത്ത് ധാരാളം ജീവാണുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ ജീവാണുക്കൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് വിവിധ തരത്തിലുള്ള ജീവാണുക്കളുടെ ഒരു പാക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് NPK അഥവാ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇങ്ങനെയുള്ള മൂലകങ്ങൾ പ്രദാനം ചെയ്യുന്ന ജീവാണുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സസ്യങ്ങളുടെ വേരുകളുടെ വളർച്ച, മണ്ണിൽ നിന്ന് പോഷകങ്ങൾ ശരിയായി വലിച്ചെടുക്കുവാനുള്ള കഴിവ് പ്രദാനം ചെയ്യുക, അതിന് വേരുകളെ ആ നിലയ്ക്ക് സഹായിക്കുന്ന ജീവാണുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, കുമിൾ രോഗങ്ങൾ, അവയെ പ്രതിരോധിക്കാനുള്ള ജീവാണുക്കളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചില കീടങ്ങളെയും നിയന്ത്രിക്കാനുള്ള ജീവാണുക്കൾ വരുന്നു. അങ്ങനെ പൊതുവായി പറഞ്ഞാൽ രോഗകീട പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മണ്ണിൽ നിന്ന് ശരിയായ അർത്ഥത്തിൽ പോഷകങ്ങൾ വലിച്ചെടുത്ത് അതിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മികച്ച ഉൽപാദന മികവ് തരാൻ സഹായിക്കുന്ന ഒരു ജീവാണുവാണ് ബയോ ഓർഗാനിക് നട്മഗ് സ്പെഷ്യൽ എന്ന് പറയുന്ന ജീവാണുവളം. ഈ ജീവാണുവളം ജൈവവളവുമായി ചേർത്താണ് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നത്. ഈ ജൈവവളവുമായി ചേർത്ത് ഈ പറഞ്ഞിരിക്കുന്ന കിറ്റിനകത്തുള്ള ജീവാണുക്കളെ ആ ജൈവവളത്തിലേക്ക് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏത് സമയങ്ങളിലാണ് കൊടുക്കേണ്ടത്? ഇപ്പം നഴ്സറിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിനകത്ത് ജീവാണുവളം കൊടുക്കാം. അതോടൊപ്പം തന്നെ തൈകൾ പറിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ നടുന്ന സമയത്ത് തടത്തിൽ ജീവാണുവളം കൊടുക്കാം. ഈ നട്മഗ് സ്പെഷ്യൽ അഥവാ ജാതി സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ജീവാണുവളം നടുന്ന സമയത്ത് 1/2 കിലോ തടത്തിൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടവും പിന്നിട്ട് ശരാശരി ഒരു 10 വർഷത്തിന് മേൽ പ്രായമാകുന്ന ജാതി മരങ്ങൾക്ക് 5 കിലോഗ്രാം വരെ ജീവാണുവളം, നട്മഗ് സ്പെഷ്യൽ ജീവാണുവളം കൊടുക്കണം. വർഷത്തിൽ 2 തവണ മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്ടെക് ബയോ ഓർഗാനിക് ജൈവവളം തണലിൽ നന്നായി നിരത്തിയിടുക. അപ്ടെക് ബയോ ഓർഗാനിക് ജാതി സ്പെഷ്യൽ പാക്കറ്റിനുള്ളിലെ ജീവാണുക്കളെ ഈ വളത്തിനു മുകളിലേക്ക് പൂർണ്ണമായും ചേർത്ത് കൊടുക്കുക. വളവും സ്പെഷ്യൽ കിറ്റിലെ മിശ്രിതവും തമ്മിൽ നന്നായി യോജിക്കുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം തയ്യാറാക്കിയ അപ്ടെക് ബയോ ഓർഗാനിക് ജാതി സ്പെഷ്യൽ ജൈവവളം മിശ്രിതം
ജാതി ചെടിയുടെ തടത്തിന് ചുറ്റുമായിട്ട് തടം നന്നായി നനച്ചു പുതയിട്ട് കൊടുക്കുക. നമ്മൾ കണ്ടതുപോലെയാണ് അപ്ടെക് ബയോ ഓർഗാനിക് നട്ട്ബഗ് സ്പെഷ്യൽ അഥവാ ജാതി സ്പെഷ്യൽ എന്ന് പറയുന്ന ജീവാണുവളം തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തടത്തിൽ ചേർത്ത് കൊടുത്ത ജീവാണുവളങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി തടത്തിൽ പുതയിട്ട് കൊടുത്ത് തടം നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ഓർത്തിരിക്കുക, ഈ ജീവാണുവളം നട്ട്ബഗ് ജീവാണുവളം എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത്? മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോഴാണ്.